70ാമത് നെഹ്റു ട്രോഫി മത്സരത്തിന്റെ ഫൈനൽ മത്സരം ആരംഭിച്ചിരിക്കുന്നു. ഒന്നാം ട്രാക്കിൽ നടുഭാഗം ചുണ്ടൻ, രണ്ടാം ട്രാക്കിൽ കാരിഭാഗം കാരിച്ചാൽ, മൂന്നാം ട്രാക്കിൽ വിയപുരം ചുണ്ടനും, നാലാം ട്രാക്കിൽ നിരണം ചുണ്ടനും. ആരും വിട്ടുകൊടുക്കുന്നില്ല. ഒപ്പത്തിനൊപ്പം തുഴയെറിയുന്നു. ഇല്ല, ഓരോ തുഴച്ചിൽക്കാരും ഇത്തവണ കപ്പുമായി മടങ്ങും, ഇത്തവണ തങ്ങൾ കപ്പുമായി മടങ്ങുന്നു തന്നെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തുഴയെറിയുന്നു. ആർക്കും വ്യക്തമായി ഒരു മുൻതൂക്കം പറയാൻ കഴിയാത്ത രീതിയിൽ, ആർക്കും മുൻതൂക്കം പറയാൻ രീതിയിൽ തുഴയെറിഞ്ഞ് മുന്നേറുകയാണ്. ഓരോ ട്രാക്കിലും നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഓരോ ട്രാക്കിലും മത്സരിക്കുന്നവർ ഒപ്പത്തിനൊപ്പം, ആർക്കും വ്യക്തമായ മുൻതൂക്കം. ആദ്യ ഘട്ടം പിന്നിടുമ്പോൾ ആർക്കും മുൻതൂക്കം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആരായിരിക്കും 70ാമത് നെഹ്റു ട്രോഫിയുമായി മടങ്ങുക? ആരായിരിക്കും 70ാമത് നെഹ്റു ട്രോഫിയിൽ മുത്തമിടുക? ആരുടെ ഷെൽഫിലേക്കായിരിക്കും നെഹ്റു ട്രോഫി എത്തുക എന്ന് മനസ്സിലാക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി. നിമിഷങ്ങൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 4 മിനിറ്റിൽ താഴെ സമയം. 4 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ആദ്യ പാദം പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫൈനൽ മത്സരത്തിന്റെ ആദ്യ പാദം പിന്നിട്ടിരിക്കുമ്പോൾ ആർക്കും തന്നെ വ്യക്തമായൊരു മുൻതൂക്കം പ്രവചിക്കാൻ കഴിയുന്നില്ല. അത്രത്തോളം വാശിയേറിയ മത്സരം. ഒന്നാം ട്രാക്കിൽ നടുഭാഗം ചുണ്ടൻ, രണ്ടാം ട്രാക്കിൽ കാരിച്ചാൽ, മൂന്നാം ട്രാക്കിൽ വിയപുരം ചുണ്ടൻ, നാലാം ട്രാക്കിൽ വരുന്നത് നിരണം ചുണ്ടനാണ്. 4 ചുണ്ടന്മാരിൽ ഓരോരുത്തരും ഒന്നിനൊന്നിന് മെച്ചമായ തുഴക്കാർ. പരസ്പരം മത്സരിച്ച് പരിചയമുള്ള ചുണ്ടന്മാർ. കഴിഞ്ഞ തവണ ഫൈനലിൽ ഒപ്പത്തിനൊപ്പം മത്സരിച്ച PBCയും കുമരകം ബോട്ട് ക്ലബും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇല്ല, ഇതാ പകുതി ദൂരം പിന്നിടുമ്പോൾ ആർക്കും മുൻതൂക്കമില്ല. നടുഭാഗത്തിന്റെ ഒപ്പത്തിനൊപ്പം കാരിച്ചാലെത്തുന്നു. ഒപ്പം തന്നെ വിയപുരവും നിരണവും. ഒന്നും ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ തവണ മൈക്രോ സെക്കൻഡ് ആയിരുന്നു വിജയെ തീരുമാനിച്ചതെങ്കിൽ ഇത്തവണ അതിൽ കുറഞ്ഞൊന്നും ഇവിടെ പ്രതീക്ഷിക്കുന്നില്ല. കാണികൾ ഇത്തവണയും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒപ്പത്തിനൊപ്പം തുഴയെറിഞ്ഞുകൊണ്ട്, ഒപ്പത്തിനൊപ്പം പകുതി ഭാഗം 2 മിനിറ്റ് കഴിഞ്ഞിരിക്കുമ്പോൾ, പകുതി ഭാഗം പിന്നിടുമ്പോൾ ആർക്കും മുൻതൂക്കമില്ല. ഇല്ല, വിട്ടുകൊടുക്കില്ല. ഞങ്ങളുടെ കപ്പ് ഞങ്ങൾ തന്നെ കൊണ്ടുപോകുമെന്ന് പള്ളാത്തുരുത്തി ഉറക്കെ പറയുമ്പോൾ കഴിഞ്ഞ തവണ മൈക്രോ സെക്കൻഡുകൾക്ക് നഷ്ടപ്പെട്ട കപ്പ് തിരികെ കൊണ്ട് അല്ലെങ്കിൽ പിടിച്ചെടുക്കുമെന്ന് കുമരകം ബോട്ട് ക്ലബും ഉറക്കെ പറഞ്ഞുകൊണ്ട് തുഴക്കാർ ഓരോരുത്തർ ഒന്നിനൊന്നിന് മെച്ചം. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ആർക്കും മുൻതൂക്കമില്ല. ചെറിയൊരു മുൻതൂക്കം നടുഭാഗത്തിനാണോ? അല്ല, PBC ഒപ്പത്തിനൊപ്പമുണ്ട്. വിയപുരം വിട്ടുകൊടുക്കുന്നില്ല. ഇല്ല, ഇതാ അവസാന ലാപ്പിലേക്ക്, അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആര് മുത്തമിടും? 70ാമത് നെഹ്റു ട്രോഫിയിൽ ആര് മുത്തമിടും? പ്രവചനാതീതം എന്ന് പറഞ്ഞാൽ പോരാ, അതിനപ്പുറം ഒരു വാക്കുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രമേ പറയാൻ കഴിയൂ. ഒന്നാം ട്രാക്കിൽ നടുഭാഗൻ, രണ്ടാം ട്രാക്കിൽ കാരിച്ചാൽ, മൂന്നാം ട്രാക്കിൽ വിയപുരം, നാലാം ട്രാക്കിൽ നിരണം. ഒപ്പത്തിനൊപ്പം ആര് കപ്പ് കൊണ്ടുപോകും? ആരുയർത്തും കപ്പ്? വിട്ടുകൊടുക്കുന്നില്ല. നേരിയ മുൻതൂക്കം കാരിച്ചാലിനുണ്ടോ എന്നുള്ളൊരു സംശയം. കാരിച്ചാലിന് നേരിയൊരു മുൻതൂക്കം അത് നൽകേണ്ടി വരും. ഒരു വ്യത്യാസവുമില്ല. ഒപ്പത്തിനൊപ്പം നടുഭാഗം കാരിച്ചാൽ, വിട്ടുകൊടുക്കാതെ വിയപുരം, നിരണം. ആരായിരിക്കും മുത്തമിടുക? ഇതാ അവസാന ലാപ്പിൽ ആരായിരിക്കും മുന്നിലേക്ക് കയറുകയാണ്. മുന്നിലേക്ക് കയറാനുള്ള ശ്രമം കഴിയുമോ? ആരായിരിക്കും അത്? ഇല്ല, വള്ളാത്തുരുത്തിയാണോ? അതോ മൂന്നാം ട്രാക്കാണ് വിയപുരമോ? ഫോട്ടോ ഫിനിഷ്. ഇത്തവണയും ഫോട്ടോ ഫിനിഷ് തന്നെ. ഒരു വ്യത്യാസവുമില്ല. മത്സര ഫലത്തിനായി കാത്തിരിക്കണം. ഒരു തുഴക്കാരന്റെ വ്യത്യാസത്തിൽ ആരെങ്കിലും കപ്പുയർത്തിയോ എന്നറിയാൻ നാം കാത്തിരിക്കണം. ഇപ്പോൾ തന്നെ സ്ക്രീനിൽ ഇപ്പോൾ അറിയാം ആരായിരിക്കും ഇത്തവണത്തെ വിജയ്. 70ാമത് നെഹ്റു ട്രോഫിയിൽ ആര് മുത്തമിടുന്നു ഇപ്പോൾ അറിയാം. സമയം
ആര് കുറിച്ചു, ആര് മികച്ച സമയം കുറിച്ചു, ആരൊന്നാം സ്ഥാനത്തെത്തി ഇപ്പോൾ അറിയാം. എന്തായാലും ഫോട്ടോ ഫിനിഷ് തന്നെ, അതിൽ കുറഞ്ഞതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇത്തവണയും ഇതാ നെഹ്റു ട്രോഫി, 70ാമത് നെഹ്റു ട്രോഫിയിൽ ആര് മുത്തമിടുന്നു എന്നറിയാൻ ഫോട്ടോ ഫിനിഷ് തന്നെയാണ് ഇത്തവണയും, ഫോട്ടോ ഫിനിഷ് തന്നെയാണ് ഇത്തവണയും. അതിൽ യാതൊരു സംശയമില്ല. മത്സരം പൂർത്തിയായി. ആ ഒരു ഫലത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ഫോട്ടോ ഫിനിഷിൽ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ആരുയർത്തി ഇത്തവണത്തെ 70ാമത്തെ നെഹ്റു ട്രോഫി ആരുടെ ഷെൽഫിലേക്കാണ്? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അതാ ഒന്നാം സ്ഥാനത്ത് കാരിച്ചാൽ പള്ളാത്തുരുത്തി ബോട്ടുകൾ തുടങ്ങിയ കാരിച്ചാൽ തന്നെ 5ാം തവണയും പള്ളാത്തുരുത്തിയുടെ ഷെൽഫിൽ തന്നെ രണ്ടാം സ്ഥാനത്ത് ആര് എന്നുള്ള കാര്യം ഇതാ വിയപുരം 2ാം സ്ഥാനത്ത്. അത് മൈക്രോ സെക്കൻഡുകൾ കാണികളെ, മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ വിയപുരം 2ാം സ്ഥാനത്ത്. 1ാം സ്ഥാനം അതായത് 4.29 സെക്കൻഡുകളിൽ തന്നെ രണ്ട് ടീമുകളും തുടങ്ങിയപ്പോൾ അതാ മൈക്രോ സെക്കൻഡ് എന്ന് തന്നെ പറയണം. 1ാം സ്ഥാനത്തേക്ക് 4.29.785 സെക്കൻഡ്. 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് 4.29.790 മൈക്രോ സെക്കൻഡുകൾക്കും താഴെയാണ് ഈ വിജയം സ്വന്തമാക്കിയിരിക്കുന്നത്. കാരിച്ചാലിത 16ാം തവണയും നെഹ്റു ട്രോഫി വള്ളംകളിയിൽ നെഹ്റു ട്രോഫിയുമായി മടങ്ങുന്നു. ഇത്തവണ PBC കാരിച്ചാലിലൂടെയാണ് അങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇത്തവണയും കാരിച്ചാലിന്റെ ഷെൽഫിൽ തന്നെ ആരും കൊണ്ടുപോകണ്ട, ഇത്തവണ നെഹ്റു ട്രോഫി കൊണ്ടുപോകാമെന്ന് ആരെങ്കിലും മനസ്സിൽ വ്യാമോഹപ്പെട്ടെങ്കിൽ അത് തെറ്റി, സമ്മതിക്കില്ല. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ഉള്ളപ്പോൾ അത് കാരിച്ചാൽ കൊണ്ടുപോയിരിക്കുകയാണ്. മത്സരം ഇഞ്ചോടിഞ്ച് മത്സരം. അതിന്റെ ഫലം ഇപ്രകാരമാണ്. 1ാം സ്ഥാനത്ത് PBC തുഴഞ്ഞ കാരിച്ചാൽ, 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് വിയപുരം BBC കൈനകരിയിലൂടെ വിയപുരം, 3ാം സ്ഥാനത്ത് നടുഭാഗം, 4ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നിരണം ചുണ്ടനാണ്. സമയമാണ് കാണികളെ, സമയമാണ് ഇതിൽ ഏറ്റവും പ്രധാനം.